അനിൽ നമ്പ്യാർ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു പോയ ഒരു കാര്യമാണ്, പക്ഷേ കൂടുതലായി പറയേണ്ടതുമാണ്. മഞ്ചേശ്വരത്തെത്തുമ്പോൾ ഇപ്പോൾ കെ എം ആൻ്റണി സാർ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം മഞ്ചേശ്വരത്തെത്തുമ്പോൾ എന്തുകൊണ്ട് ജനസഭയുടെ വായ്മൂടി കെട്ടുന്നു? അവിടെ SDPI സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, പിൻവലിച്ചു. അത് കോൺഗ്രസിൻ്റെ ആവശ്യപ്രകാരമെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എവിടെയുണ്ട്? ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് CPM പോലീസ് ഡീലോ എന്നാണ്. അവിടെ CPM ലീഗ് കോൺഗ്രസ് പോലീസ് ഡീലോ എന്ന് ചോദിക്കേണ്ടി വരില്ലേ? കൃഷ്ണരാജ് നേരത്തെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, കോമാലി സഖ്യം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ഉള്ളത് പല സ്ഥലങ്ങളിലും. അതിൽ പെടുന്നതാണ് ഇത്, ഈ മഞ്ചേശ്വരത്തെ. മാത്രമല്ല 2021 നമുക്കറിയാം ചുണ്ടിനും കപ്പിനും ഇടയിലാണ് K. സുരേന്ദ്രന് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം നഷ്ടപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട്, കാരണം മീൻസ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. ഇപ്പോൾ നോക്കൂ, ലാസ്റ്റ് ലാപ്പിലാണ് പ്രചരണം, ചൂട് പിടിച്ച് നിൽക്കുകയാണ്, നല്ല ചൂടുണ്ട് അല്ലാതെ തന്നെ. ഇപ്പം പ്രചരണത്തിനും ആ ഒരു തീവ്രത ഏറി വരികയാണ്. ഇപ്പോൾ സ്വാഭാവികമായി ഒരു പക്ഷേ ഈ ജനസഭയിലൂടെ 1.5 മണിക്കൂർ തത്സമയ സംപ്രേഷണം, ജനസഭയിലൂടെ ഒരുപക്ഷെ ഈ അധികാരത്തിലിരിക്കുന്നവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഈ വോട്ടർമാർ മഞ്ചേശ്വരത്തെ, അതുപോലെ കുമ്പളയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഒരുപക്ഷെ ഈ സഭയിൽ തുറന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായിട്ടും ഈ ഇടതുപക്ഷത്തുള്ളവർ ചിന്തിച്ച് കാണും. അപ്പോൾ മാത്രമല്ല കോൺഗ്രസും അതുതന്നെയാണ്. കാരണം ഈ ഒരു ഡീല് പിന്നെ എക്സ്പോസ് ചെയ്യപ്പെടുന്നു ഈ ഒരു ജനസഭയിൽ. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പറഞ്ഞു നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ജനസഭ നടത്തുന്നത് അവിടെ. കൃഷ്ണരാജ്, നമ്മൾ നേരത്തെയും കുമ്പളയിൽ ജനസഭ നടത്തിയിട്ടുണ്ട്. അന്നും ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അതിര് കടന്ന് പോയിട്ടൊന്നുമില്ല. അന്ന് പോലീസ് സംരക്ഷണം നമുക്ക് ഏർപ്പെടുത്തിയിരുന്നു. പോലീസിൻ്റെ സംരക്ഷണയിൽ തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്ക് പോലീസിനെ അറിയിക്കാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾ വിചാരിച്ചാൽ മതി അലങ്കോലപ്പെടുത്താൻ, ഒറ്റൊരാൾ വിചാരിച്ചാൽ മതി അലങ്കോലപ്പെടുത്താൻ. എന്തും സംഭവിക്കാം. ജീവൻ തൃണവൽഗണിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ജനസഭ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ മതിയായിട്ടുള്ള ഒരു സംരക്ഷണം ഏർപ്പെടുത്തേണ്ടവർ തന്നെ പറയുന്നു, ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല, ഇവിടെ ഇങ്ങനെയാണ് സാഹചര്യം. കാരണം അവസാന നിമിഷം ആയതുകൊണ്ട് വലിയ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാതെ തന്നെ ഒരുപാട് ജോലികളുണ്ട്, ഇനി നിങ്ങളുകൂടെ തലവേദന ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ തിരിച്ചു ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, പോലീസിന് നൂറുകൂട്ടം പണിയുണ്ട്. ഇത് നോക്കൂ, കൃഷ്ണരാജ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാർ. എന്ത് വിഷയമുണ്ടെങ്കിലും അവരപ്പം പറയും അഭിപ്രായ സ്വാതന്ത്ര്യം അത് കാത്ത് സൂക്ഷിക്കേണ്ടതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നവർ തന്നെയാണ് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള ഒരു പൗരൻ്റെ അവകാശം ധ്വംസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പിന്നെ അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പൊക്കി പിടിച്ചുകൊണ്ട് വരും, ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നുമല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് വോട്ടർമാർ എല്ലാവരും. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ജനസഭയിൽ വന്ന് പ്രതികരിക്കുന്നത് കൃത്യമായി പഠിച്ചിട്ടാണ്. ഓരോ കാര്യങ്ങളും അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നു. അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്ത് അവരുടെ നിലപാട് തുറന്നു പറയുന്നവരുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത് സഭയിൽ, അതിന് കൃത്യമായ മറുപടി പറയാനാവാതെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ LDFിൻ്റെയും അതുപോലെ UDFിൻ്റെയും ഒക്കെ പ്രതിനിധി. കാരണം മാറി മാറി കേരളം ഭരിച്ചവരാണ് ഈ രണ്ടുപേരും. ഏറ്റവും കൂടുതൽ കാലം ഇടതുമുന്നണിയാണ് ഭരിച്ചത്, പിന്നെ UDFും ഭരിച്ചല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വികസനമാവട്ടെ, മറ്റെന്ത് രാഷ്ട്രീയ പ്രശ്നങ്ങളാവട്ടെ, അതുപോലെ ജനകീയ പ്രശ്നങ്ങളാവട്ടെ, അത് എന്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നു? കാരണം ഈ രണ്ട് മുന്നണികളുടെ സർക്കാരുകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ പല ചോദ്യങ്ങൾക്ക് മുമ്പിലും അന്തിച്ചു നിൽക്കുന്ന ഈ രണ്ട് മുന്നണികളുടെയും പ്രതിനിധികളെ ഞാൻ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മഞ്ചേശ്വരം പോലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ജനസഭയിൽ എന്തെങ്കിലും ജനകീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള ഡീലോ ഇതൊക്കെ ഈ വോട്ടർമാർ ഉന്നയിക്കുകയാണെങ്കിൽ എന്ത് മറുപടി കൊടുക്കും? അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കാണും അനുമതി നിഷേധിക്കുക. ഏറ്റവും എളുപ്പ വഴി അതാണല്ലോ.
പോലീസ് പറയുന്നത്, പോലീസ് എന്താ പറയുക, ഇങ്ങനെയാണോ പോലീസ് പ്രതികരിക്കേണ്ടത്? ജനൻ ടി വി പോലുള്ള ഒരു മാധ്യമത്തിൻ്റെ പ്രതിനിധിയോട് കേരള പോലീസിലെ SHO ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടത്? അദ്ദേഹത്തിന് പറയാലോ, ഞങ്ങളെ ബോധ്യപ്പെടുത്താലോ, ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല, ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അഡമൻ്റായിട്ട് വളരെ പരുഷമായ ഭാഷയിൽ ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മുകളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടാവും. കോഴിക്കോട് നിന്ന് സ്ഥലം മാറിപ്പോയ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അദ്ദേഹം പറയുന്നത് മുഖവിലക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്ന പരുഷമായ ഭാഷയിലാണെങ്കിലും ഞങ്ങൾ അതിനപ്പുറത്തേക്ക് പോകാതെ സംഘർഷം ഞങ്ങളായിട്ടുണ്ടാക്കണ്ട എന്ന് കരുതി ഞങ്ങൾ പിന്മാറി എന്നുള്ളതാണ്. ഞങ്ങൾ വലിയൊരു മാതൃകയാണ് കാണിച്ചത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നടത്താമായിരുന്നു, കുമ്പളയിൽ നടത്താമായിരുന്നു. ഇത് പറഞ്ഞാലും എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിന് മുന്നിൽ നിന്നുകൊണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളായിട്ട് ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളായിട്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പിന്മാറിയത്. അല്ലാതെ ഇതുപോലുള്ള തിട്ടൂരങ്ങൾക്ക് മുന്നിലൊന്നും ഒരു കാരണവശാലും മുട്ടുമടക്കുന്നവരല്ല ജനൻ ടി വിയിലുള്ളവർ. ഇപ്പം ഞാൻ തന്നെ മാധ്യമപ്രവർത്തനം 30 വർഷമായി, പലതും കണ്ടിട്ടുള്ളതാണ്. ഇതൊന്നും കൊണ്ട് ഒരിക്കലും പിന്തിരിഞ്ഞു പോകുന്നതല്ല, പേടിക്കുന്നതുമല്ല. പക്ഷേ ജനൻ ടി വി കാരണം, അല്ല ഞങ്ങൾ കാരണം അവിടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. ആ ഒരൊറ്റ ഇതുകൊണ്ട് മാത്രമാണ് പിന്മാറിയത്. ഇപ്പോൾ ഉന്നതങ്ങളിൽ വിളിച്ച് പറഞ്ഞ്, അല്ലെ പോലീസ് മേധാവിയെ വിളിച്ച് പറഞ്ഞ് ഇടപെടൽ നടത്തിയൊക്കെ വേണമെങ്കിൽ നടത്തിക്കാമായിരുന്നു. പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, കാരണം പോലീസ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് പോലീസ് പിന്നെ അവരെന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റാത്തൊരു അതെ പോലീസിന് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാമല്ലോ കൃഷ്ണരാജ്. ഇപ്പോൾ പോലീസിന് തന്നെ, അതായത് മറ്റ് മുന്നണികളുടെ പ്രതിനിധികൾ ആവണമെന്നൊന്നുമില്ല, അതിൽപ്പെട്ടവരാവണമെന്നില്ല. പോലീസ് ഒരാളെ അയച്ചാൽ പോരെ. എന്തെങ്കിലും ഞങ്ങൾക്കറിയില്ലല്ലോ ആരാണ് ഇതിൽ വരുന്നതെന്ന്. അവിടെ കൂടി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് രാഷ്ട്രീയം നമുക്കറിയില്ല, അവരാരാണ്, അവരുടെ പശ്ചാത്തലമൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പം ആരെങ്കിലും ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയാൽ പോരെ, അത് പോലീസ് അയച്ച ഒരാളാവാമല്ലോ. ഇപ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പിന്മാറിയത്. അല്ലാതെ ഇപ്പോഴും ഉറപ്പിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾക്ക് മുന്നിലൊന്നും കീഴടങ്ങുന്നവരല്ല. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുണ്ട്, കൃത്യമായിട്ട് സുതാര്യമായിട്ടും സുഗമമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കണം. അത് തടസ്സപ്പെടുത്തുന്ന ഒരു ഇടപെടലും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞത്. അതുകൊണ്ട് കേരള പോലീസിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇനിയെങ്കിലും ഈ രീതിയിലല്ല. കാരണം ഒരു പോലീസ് സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരൻ നേരിടുന്ന ദുരനുഭവം ഞങ്ങൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടായി, എത്ര ലോക്കപ്പ് മർദ്ദനങ്ങൾ, ആരെയൊക്കെ ഇടിച്ചു കൊന്നു, ആരെയൊക്കെ ഇടിച്ച് പരുവത്തിലാക്കി, അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികം ഒരു മാധ്യമപ്രവർത്തനം ചെല്ലുമ്പോൾ പോലും പരുഷമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഒരു സാധാരണക്കാരെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ശൈലി മാറ്റുക. കേരള പോലീസും മാറണം. കേരളം മാത്രം പറയാൻ പോരാ, കേരള പോലീസും മാറണം. നിങ്ങൾ കുറേ കൂടി വളരെ സൗഹൃദപരമായിട്ട് ഇടപെടൂ. അല്ല, പോലീസ് സൗഹൃദമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതാണല്ലോ ഈ ഫ്ലക്സ് ബോർഡുകളിലും ബിൽ ബോർഡുകളിലൊക്കെ കാണുന്നത്. കേരള പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എന്തോ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാണല്ലോ പറയുന്നത്, അവകാശപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണിക്കണം. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും മാധ്യമങ്ങളോട്, കാരണം ഞങ്ങൾ ഈ പൊതുജനങ്ങൾക്ക് നിസ്സഹായരായി നിൽക്കുന്ന ആളുകളുടെ നാഗാവായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അവർക്ക് പറയാനുള്ളൊരു ഇടം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ഇടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം.